ഹായ്, ഞങ്ങളിപ്പോൾ എവിടെ പോകാമെന്നറിയോ? ഞാനും ഉണ്ട്, നീലും ഉണ്ട്. ഇവിടെ സ്വീഡനിൽ നമ്മളിപ്പം ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ചില ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കുന്ന അലുമിനിയം ക്യാൻസൊക്കെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പോൾ ഇവിടെ ചില കടകളിലൊക്കെ ഡിപ്പോസിറ്റ് സെൻറ്റർ ഉണ്ട്. അവിടെ കൊണ്ട് നമ്മളിത് ഡിപ്പോസിറ്റ് ചെയ്യുമ്പം ഇത് റീസൈക്കിൾ ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര ബോട്ടിലാണോ ഇടുന്നത് അതനുസരിച്ച് നമുക്ക് കാശ് കിട്ടും. കാശല്ല, ഇവിടുത്തെ ക്രോൺസ് കിട്ടും. ഇപ്പോൾ ഈ ബോട്ടിൽ, വലിയ ബോട്ടിൽ 3 പാന്ത് എന്നാണ് പറയുന്നത്. ഡിപ്പോസിറ്റ് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യുന്നതിന് പാന്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പാന്ത് ചെയ്താൽ 3 ക്രോൺസ് കിട്ടും. ചെറിയ ബോട്ടിലിന് ഒക്കെ ഇതുപോലത്തെ, ഇപ്പോൾ ഇതിനകത്ത് 2 ക്രോൺസാണ് പാന്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയണ്ട പ്ലാസ്റ്റിക്കൊക്കെ, ഇത് റീസൈക്കിൾ ചെയ്തെടുക്കും. അപ്പോൾ ഇതാണെങ്കിൽ 1 ക്രോൺ. അപ്പോൾ കുറച്ച് ബോട്ടിൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലാവശ്യങ്ങൾക്ക് ഓരോ പ്രാവശ്യമായിട്ട് വാങ്ങിക്കുന്ന ബോട്ടിൽസ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇപ്പം നീലും ഞാനും കൂടി പാന്ത് ചെയ്യാൻ പോവാണ്. ഇത് പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ, ഇങ്ങനെ ബോട്ടിൽസ് കളയാതെ കളക്ട് ചെയ്ത് വെച്ചിട്ട് പാന്ത് ചെയ്യാനായിട്ട്. ഇതാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന മെഷീൻ. ഇവിടെ നമ്മൾ ബോട്ടിൽസ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് അതിൻ്റെ റെസിപ്റ്റ് കിട്ടും. ഇപ്പം നീലിപ്പോൾ ബോട്ടിൽസ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാ ബോട്ടിൽസും ചിലപ്പം അത് അക്സെപ്റ്റ് ചെയ്യില്ല, ചില ബോട്ടിൽസൊക്കെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കാം എത്ര ക്രോൺസ് കിട്ടിയെന്ന്. റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട്, കാണിച്ചതിന് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട് 26 ക്രോൺസിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ ക്യാഷ് കൗണ്ടറിൽ കൊടുത്താൽ നമുക്ക് 26 ക്രോൺസ് കിട്ടും. ഓക്കെ.